പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും വീണ്ടും റിമാൻഡിൽ. പ്രധാനപ്പെട്ട വാർത്തയാണ് എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതി തന്നെയാണ് ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും വീണ്ടും റിമാൻഡിലേക്ക്. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയതായ ഒരു വാർത്തയാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും രണ്ടാമത്തെ കേസിലും, അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിച്ച കേസിലും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. നേരത്തെ കട്ടിളപ്പാളി കേസിൽ ഈ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ കേസിലും ജാമ്യാപേക്ഷ നൽകിയത്. ആദ്യം പത്മകുമാർ അറസ്റ്റിലാകുന്നത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിലാണ്. അതിനുശേഷമാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിൽ A. പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഏതായാലും ആ കേസിലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് കൊല്ലം വിജിലൻസ് കോടതി. പത്മകുമാറിന്റെ ഒരു വാദം, ഈ ജാമ്യാപേക്ഷകളിലെല്ലാം തന്നെ പത്മകുമാറിന്റെ വാദം എന്ന് പറയുന്നത് ഈ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൈമാറിയതും അത് തൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് കൂട്ടുത്തരവാദിത്തമാണ്. ദേവസ്വം ബോർഡിന് ഒന്നാകെ, തൻ്റെ ഭരണസമിതി അന്നുണ്ടായിരുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുള്ളൊരു കാര്യമാണ്, അത് താൻ മാത്രം ചെയ്ത ഒരു കാര്യമല്ല എന്നുള്ള വാദമാണ് പത്മകുമാർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് കോടതി തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇനി പത്മകുമാറിനെ സംബന്ധിച്ച് ജയിലിൽ കഴിയേണ്ട സാഹചര്യമാണ് നിലവിൽ തുടരുന്നത്. ഇനി ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്നലെ ഈ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT നൽകിയ റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങൾ പത്മകുമാറിനെതിരെ ഉണ്ടായിരുന്നു. ചെമ്പെന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തി ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ള കാര്യമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നലെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ രണ്ടാമത്തെ കേസിലും ഈ കൊല്ലം വിജിലൻസ് കോടതി A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കോടതിയിൽ നടന്ന മറ്റ് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഈ കേസിലെ മറ്റ് ഒന്നാം പ്രതിയായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള മുരാരി ബാബു എന്നിവരുടെ റിമാൻഡ് കാലാവധി പൂർത്തിയായിരുന്നു. അവരുടെ റിമാൻഡ് കാലാവധി ഇപ്പോൾ 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ 2 കേസുകളിലും, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിലും അതുപോലെ തന്നെ ഈ കട്ടിളപ്പാളിയിലെ സ്വർണ്ണമോഷണത്തിലും ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി ഇന്നലെ കോടതി പരിഗണിക്കാനായി മാറ്റി ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കൊല്ലം വിജിലൻസ് കോടതി ഈ രണ്ടാമത്തെ കേസിൽ, ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിലും A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. വ്യക്തമാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയെന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും വീണ്ടും റിമാൻഡിലേക്ക്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.